പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. എറണാകുളം ജില്ലയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ കർമ്മ പദ്ധതിയുണ്ടെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ്. എറണാകുളം ജില്ലയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ കർമ്മ പദ്ധതിയുണ്ടെന്ന് സർക്കാരിന്റെ വികസന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാനമേറ്റ S. സതീഷ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ എറണാകുളം ജില്ലയിലെ പാർട്ടിയുടെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഭാവി എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് രൂപകൽപ്പനയും സമ്മേളനം നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ അടിത്തട്ട് മുതൽ ഞങ്ങൾക്ക് ഐക്യപ്പെടുത്താൻ കഴിഞ്ഞു. ആ ഐക്യം ഉപയോഗപ്പെടുത്തി പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനം നടത്തുമെന്നും S. സതീഷ് പറഞ്ഞു. ഇവിടെ പറഞ്ഞു വലിയ ഉത്തരവാദിത്തമാണ്, തീർച്ചയായും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പാർട്ടി കാഴ്ചപ്പാടനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമാവുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പരമാവധി പരിശ്രമിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഉൾപ്പെടെയുള്ള ജീവിത പ്രശ്നങ്ങളെ ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരാനും ആ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ് CPM എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഞങ്ങളുടെ മുമ്പിലുള്ള ദൗത്യം. ഇവിടെ സൂചിപ്പിക്കേണ്ടായി, രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആമുഖത്തിൽ പറയുകയുണ്ടായി. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യക്കകത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം. ഇന്ത്യ എന്ന ആശയം തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തതും ബലപ്പെട്ടതും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ഉൽപ്പന്നമായി രൂപപ്പെട്ടു വന്നതാണ് ആധുനിക ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ്. ആധുനിക ഇന്ത്യയുടെ അടിത്തറകളിൽ പ്രധാനപ്പെട്ടത് ജനാധിപത്യവും മതനിരപേക്ഷത, അതിൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഫെഡറൽ ഘടന, ഇതെല്ലാം കൂടി ഉൾച്ചേർന്നതാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി, ഒരു 10 വർഷത്തിലോളം ആയി രാജ്യത്തിനകത്ത് അധികാരത്തിലിരിക്കുന്നവർ തന്നെ അത്തരം പ്രവണതകളെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യൻ കൺസെപ്റ്റുകളെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, തകർക്കപ്പെടുന്ന പല നീക്കങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു അപകടകരമായ പ്രവണത ഇന്ത്യക്കകത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ആധുനിക ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും കൂടി ചേർത്തെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ. എറണാകുളം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ജില്ലയാണ് എറണാകുളം. ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി, എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം, 9 വർഷം കൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങളെ അറിയിക്കുമെന്നും S. സതീഷ് പറഞ്ഞു. ലഹരിയെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണം. അതിനായുള്ള കർമ്മ പദ്ധതികൾ പാർട്ടി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും സിനിമാ മേഖലയിലുള്ളവർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ജില്ലാ സെക്രട്ടറി CN മോഹൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ S. സതീഷ് വരുന്നത്. SFIയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ സതീഷ് DYFI സംസ്ഥാന പ്രസിഡന്റായിരുന്നു. എറണാകുളം ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എവർക്കും അറിയാം, ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ആധുനിക തൊഴിലാളി പ്രസ്ഥാനത്തിന് വളരെ സംഘടിതമായ വേരോട്ടമുള്ള ഒരു പ്രദേശം. ഈ പറഞ്ഞ പ്രയാസം കൊണ്ട് വ്യവസായ മേഖലയ്ക്കകത്ത് വന്നിട്ടുള്ള ഇന്നത്തെ പരിമിതികൾ അത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത് തൊഴിലാളിയുടെ ജീവിതത്തെയും പ്രതിഫലിക്കുന്നുണ്ട്. എന്തായാലും സുശക്തമായ തൊഴിലാളി സംഘടനയുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം. ആ ജില്ലയിലെ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്താർജിപ്പിക്കുക എന്ന കടമയാണ് നിർവഹിക്കാനുള്ളത്. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സമ്മേളനം എറണാകുളത്ത് ചേർന്നത് ശ്രദ്ധിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മാധ്യമപ്രവർത്തകരാണ് എൻ്റെ മുന്നിലുള്ളത്. ആ റിപ്പോർട്ടിൽ പാർട്ടി സമ്മേളനം തന്നെ ഞങ്ങൾ വിലയിരുത്തിയിരുന്നു ഇന്നത്തെ നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വളരെ പാർട്ടിയുടെ സംഘടനാപരമായ പരിശോധനയും വളരെ ഐക്യത്തോടെ പാർട്ടിക്ക് മുന്നേറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ ഘട്ടത്തിൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തെറ്റായ പല പ്രവണതകളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് പാർട്ടി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ്. അതിനെ ഏറ്റവും ശരിയാവണ്ണം അഡ്രസ്സ് ചെയ്യാനും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ആവശ്യമായ ഒരു നീണ്ടകാലത്തെ പ്രക്രിയ, അതിന്
ഗുണകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഈ ഘട്ടങ്ങളിൽ വളരെ പ്രകടമായിരുന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുള്ള പുതിയ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ സംഘടനാ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, പാർട്ടിയുടെ ജനകീയ പിന്തുണയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകണമെന്നാണ് പാർട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.